നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് UAE നേതാക്കളും. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് UAE ഭരണാധികാരികൾ ഇന്ത്യയുടെ നേതാക്കളെയും ജനങ്ങളെയും അഭിനന്ദിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാനും ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സന്ദേശങ്ങൾ അയച്ചു. എക്സ് പ്ലാറ്റ്ഫോമിലും അവർ ഇന്ത്യക്കാർക്ക് ആശംസ അറിയിച്ചു. ഇന്ന് ഇന്ത്യ 78ാമത് സ്വാതന്ത്ര്യദിനം അഭിമാനത്തോടെ ആഘോഷിക്കുന്നു. രാജ്യത്തിന്റെ അവിശ്വസനീയമായ വികസന യാത്രയുടെ തെളിവാണിത്. ഈ സുപ്രധാന നാഴികക്കല്ല് ആഘോഷിക്കുമ്പോൾ എന്റെ സുഹൃത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും ഞാൻ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാ വശങ്ങളിലും ശക്തമായ ബന്ധം വളർത്തുന്നതിനും UAE പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾക്ക് സന്തോഷകരമായ സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു എന്ന് ഭരണാധികാരി അറിയിച്ചു. നാസയുടെ പുതിയ കണ്ടെത്തൽ. ചൊവ്വയ്ക്കിടയിൽ വൻ ജലശേഖരം വേണ്ടതിലേറെയുണ്ടെന്ന് ഗവേഷകർ. ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിനിടയിൽ ജലത്തിന്റെ ശേഖരമുണ്ടെന്നതിന് തെളിവ് കണ്ടെത്തി. നാസയുടെ മാർസ് ഇൻസെറ്റ് ലാൻഡറിന്റെ സഹായത്തോടെയാണ് ഈ കണ്ടെത്തൽ. 2018 മുതൽ ചൊവ്വയിലുള്ള ലാൻഡർ 4 വർഷമായി ചൊവ്വയുടെ ഭൂഗർഭ വിവരങ്ങൾ ശേഖരിച്ചു. 2022 ഈ ദൗത്യം അവസാനിച്ചത്. ലാൻഡർ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ ചൊവ്വയുടെ ഉപരിതലത്തിനിടയിൽ ആഴത്തിൽ ജീവൻ നിലനിൽക്കുന്നതിന് അനിവാര്യമായ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കാലിഫോർണിയ സർവകലാശാലയിലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യനോഗ്രഫിയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. UAE നികുതി വെട്ടിപ്പ്. 6 മാസത്തിനിടെ പിടിച്ചത് 72.6 കോടി ഉൽപ്പന്നങ്ങൾ. നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ടാക്സ് അതോറിറ്റി നടത്തിയ പരിശോധനയിൽ എക്സസ് നികുതി അടക്കാതെ വിൽപ്പനയ്ക്ക് എത്തിച്ച 72.6 കോടി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. രാജ്യവ്യാപകമായി കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും സാധനങ്ങൾ പിടിച്ചത്. മുൻ വർഷം ഇത് 88.9 ലക്ഷം ഉൽപ്പന്നങ്ങളായിരുന്നു. പിടിച്ചെടുത്തത് 55.2 ലക്ഷം പാക്കറ്റ് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമുണ്ട്. നികുതി അടക്കാത്ത 17.4 ലക്ഷം ശീതള പാനീയങ്ങൾ, ഊർജ്ജ പാനീയങ്ങൾ, കോളകൾ എന്നിവയും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകാതെ 1330 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. കഴിഞ്ഞ 6 മാസത്തിനിടെ 40,580 പരിശോധനകളാണ് FTA നടത്തിയത്. നികുതി നിയമങ്ങൾ പാലിക്കാൻ എല്ലാ നികുതിദായകരെയും പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൊഴിലവസരം. ഷാർജയിലുള്ള കമ്പനിയിലേക്ക് എഞ്ചിനീയർമാരുടെ വേക്കൻസിയാണ് പറയുന്നത്. പ്രിക്യൂർമെന്റ് എഞ്ചിനീയർ. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ല എങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നിർബന്ധമാണ്. UAE പ്രധാന കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ പ്രിക്യൂർമെന്റ് എഞ്ചിനീയർ എന്ന നിലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സബ് കോൺട്രാക്ടിംഗിലും മെറ്റീരിയലിലും പരിചയം ഉണ്ടായിരിക്കണം. ഹയറിംഗ് അറ്റ് watersealuae.com അല്ലെങ്കിൽ www.watersealuae.com എന്ന മെയിലോ വെബ്സൈറ്റിലോ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക. പുതിയ വൈറൽ അണുബാധ എംപോക്സ്. പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചു WHO. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വൈറൽ അണുബാധ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 2 വർഷത്തിനിടെ 2ാം തവണയും ലോകാരോഗ്യ സംഘടന ആഗോള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇത് അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അടുത്ത സമ്പർക്കത്തിലൂടെ എംപോക്സ് പടരും. സാധാരണയായി സൗമ്യമായ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് മാരകമാണ്. ഇത് പനി പോലുള്ള ലക്ഷണങ്ങളും ശരീരത്തിൽ പഴുപ്പ് നിറഞ്ഞ മുറിവുകളും ഉണ്ടാക്കുന്നു. എന്നാൽ ഒരു പുതിയ വകഭേദമായ ക്ലേഡ് IB ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള പതിവ് അടുത്ത സമ്പർക്കത്തിലൂടെ കൂടുതൽ എളുപ്പത്തിൽ പടരുന്നതായി കരുതുന്നു. കോങ്കോയിൽ നിന്നും ബുറുണ്ടി, കെനിയ, റുവാണ്ട, ഉഗാണ്ട എന്നിവയുൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. ഇത് ലോകാരോഗ്യ സംഘടനയുടെ നടപടിക്ക് കാരണമായി. ആകെ 13 രാജ്യങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്നും 150 യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സാങ്കേതിക തകരാർ. മുംബൈയിലേക്ക് ഇറക്കി. കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറങ്ങി. 170ഓളം യാത്രക്കാരാണ് മണിക്കൂറുകളായി മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. പകരം വിമാനമെത്തിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ഇന്നലെ രാത്രി 11:30ക്കാണ് കരിപ്പൂരിൽ നിന്നും വിമാനം പുറപ്പെട്ടത്. 2:30ക്ക് മസ്കറ്റിലെത്തേണ്ട വിമാനം 1:30യോടെ മുംബൈയിലേക്ക് ഇറക്കി. സാങ്കേതിക തകരാറുണ്ടെന്നും പരിഹരിച്ച ശേഷം യാത്ര തുടരുമെന്നായിരുന്നു വിശദീകരണം. പക്ഷേ മണിക്കൂറുകളായിട്ടും പലതും പിന്നിട്ടെങ്കിലും പരിഹാരമായില്ല. കൈക്കുഞ്ഞുങ്ങളുമായുള്ള സ്ത്രീകളടക്കം 170ഓളം യാത്രക്കാരാണ് ദുരിതത്തിലായത്. എയർ ഇന്ത്യ താമസ സൗകര്യമോ ഭക്ഷണമോ നൽകിയില്ലെന്നാണ് ഇവരുടെ ആരോപണം. സമയം വൈകിയതോടെ യാത്രക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
നന്ദി.